ലോകമെമ്പാടുമുള്ള എല്ലാ വേൾഡ് ടു വേൾഡ് ടെലിവിഷൻ പ്രേക്ഷകർക്കും വചനപ്രഭയുടെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ വചന ശുശ്രൂഷ ആരംഭിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, അവിടുത്തെ തിരുസന്നിധിയിലേക്ക് അടിയങ്ങൾ അടുത്തു വരുന്നു. അവിടുന്ന് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ ജീവൻ്റെ വചനങ്ങൾ വേണ്ട പ്രകാരം ഗ്രഹിപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അതടിയങ്ങൾക്ക് ജീവനും ചൈതന്യവും പകരുവാൻ തക്കവണ്ണം മുഖാന്തരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടിയനെ അവിടുത്തെ തിരുസന്നിധിയിൽ താഴ്ത്തി സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് അടിയനോട് കൂടെയിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുന്ന് ആഗ്രഹിക്കുന്ന പ്രകാരം അങ്ങയുടെ തിരുവചനം സംസാരിപ്പാൻ തക്കവണ്ണം അവിടുന്ന് അടിയനെ സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ആമേൻ. അല്പസമയം നിങ്ങളോട് ചിന്തിക്കുവാൻ ആഗ്രഹിക്കുന്ന വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായത്തിൻ്റെ 24-ാം വാക്യം. ദ ബുക്ക് ഓഫ് മാത്യു ചാപ്റ്റർ 7 വേഴ്സ് 24. ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ കേട്ടനുസരിക്കുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ത്രിയേക ദൈവത്തിൻ്റെ വലിയ തിരുനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. കർത്താവിനാൽ അനുഗ്രഹിക്കപ്പെട്ട സഹോദരീ സഹോദരങ്ങളെ, നമ്മുടെ കർത്താവിൻ്റെ സുപ്രസിദ്ധമായ പ്രസംഗങ്ങളാണ് ഗിരിപ്രഭാഷണം. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5, 6, 7 അധ്യായങ്ങളിൽ ഒരു ദൈവവൈതലിൻ്റെ അടിസ്ഥാനം ദൈവരാജ്യം കരസ്ഥമാക്കുവാൻ തക്കവണ്ണം അവൻ അനുഷ്ഠിക്കേണ്ട അടിസ്ഥാനപരമായ കാര്യങ്ങളെക്കുറിച്ചാണ് കർത്താവ് അവിടെ പഠിപ്പിക്കുന്നത്. ക്രിസ്ത്യാനികൾ മാത്രമല്ല, അക്രൈസ്തവരായിട്ടുള്ള ആളുകൾക്കും ഇത് വളരെ സുപരിചിതമായ വേദഭാഗമാണ്. പലരും ചർച്ചകളിലും മറ്റു കാര്യങ്ങളിലൊക്കെയും ഈ ഗിരിപ്രഭാഷണത്തിലെ വാക്യങ്ങൾ ചൂണ്ടിക്കാണിച്ച് സംസാരിക്കുന്നത് പലപ്പോഴും കേൾക്കാറുണ്ട്. അപ്പോൾ ക്രിസ്ത്യാനികൾക്ക് മാത്രമല്ല, ദൈവരാജ്യം അവകാശമാക്കുവാൻ തക്കവണ്ണം ആഗ്രഹിക്കുന്ന ഏതൊരു വ്യക്തിക്കും ഈ ഭൂമിയിൽ അവൻ ചെയ്തു തീർക്കേണ്ട അല്ലെങ്കിൽ ചെയ്യേണ്ട ചില അടിസ്ഥാന പ്രമാണങ്ങളെക്കുറിച്ച് കർത്താവ് സവിസ്തരം അവിടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെ നാം വായിച്ചു കേട്ടതായ വേദഭാഗം, ആകയാൽ എൻ്റെ ഈ വചനങ്ങൾ കേട്ടനുസരിക്കുന്നവനൊക്കെയും പാറമേൽ വീട് പണിത ബുദ്ധിയുള്ള മനുഷ്യനോട് തുല്യനാകുന്നു. ഇവിടെ ഒരു മനുഷ്യനെ ബുദ്ധിമാനെന്ന് ദൈവത്തിൻ്റെ തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവനെ ബുദ്ധിമാനാക്കുന്നത് അവൻ്റെ പ്രവൃത്തിയാണ്. എന്താണ് അവൻ ചെയ്യുന്ന പ്രവൃത്തി? ദൈവവചനം കേട്ട് അനുസരിക്കുന്നത് കൊണ്ട് അവൻ ബുദ്ധിമാനായ മനുഷ്യനെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. അവൻ ചെയ്യുന്നത് എന്താണ്? പാറമേൽ അവൻ വീട് പണിയുകയാണ്. ഇവിടെ 2 വ്യക്തികളെ അവിടെ കാണുവാൻ തക്കവണ്ണം കഴിയും. അതിൻ്റെ 26-ാം വാക്യത്തിൽ മറ്റൊരു വ്യക്തിയെ അവിടെ കാണുവാൻ കഴിയും. എൻ്റെ ഈ വചനങ്ങൾ കേട്ട് അനുസരിക്കാത്തവനൊക്കെയും മണലിന്മേൽ വീട് പണിത മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ ഒരുവൻ ദൈവവചനം കേട്ട് അനുസരിക്കുന്നു, അതിനെ ദൈവം പറയുന്നു അവൻ ബുദ്ധിമാനായ മനുഷ്യനെന്ന്. മറ്റൊരുവൻ ദൈവവചനം കേൾക്കുന്നുണ്ട്, പക്ഷേ അവൻ അതനുസരിക്കുന്നില്ല. അതനുസരിക്കാത്തതിനാൽ അവൻ ഭോഷനായ മനുഷ്യനായിട്ട് തീരുകയാണ്. 2 പേരും ദൈവവചനം കേൾക്കുന്നവനാണ്. 2 പേരും ഒരേ തരത്തിലുള്ള പ്രവൃത്തികളാണ് ചെയ്യുന്നത്. എന്താണ് അവർ ചെയ്യുന്ന പ്രവൃത്തി? ഭവനം പണിയുക എന്നുള്ള പ്രവൃത്തിയാണ് അവർ ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഗിരിപ്രഭാഷണത്തിൽ കർത്താവ് എങ്ങനെയാണ് ഒരു വീട് പണിയേണ്ടത് എന്നല്ല പഠിപ്പിക്കുന്നത്. പിന്നെയോ എൻ്റെയും നിങ്ങളുടെയും ജീവിതം എങ്ങനെയാണ് ഈ ഭൂമിയിൽ പണിതുയർത്തേണ്ടത്, അല്ലെങ്കിൽ നമ്മുടെ ആത്മീയ ഗ്രഹം എങ്ങനെയാണ് പണിയേണ്ടത് എന്ന് കർത്താവ് ഒരു ഉപമയിലൂടെ നമ്മെ ഇവിടെ പഠിപ്പിക്കുകയാണ്. അപ്പോൾ ഈ 2 വ്യക്തിയിൽ ഒരു വ്യക്തി നമ്മൾ ആരെങ്കിലും കാണും,
നമ്മളൊക്കെയും ദേവാലയങ്ങളിലും കൺവെൻഷൻ യോഗങ്ങളിലൊക്കെയും ദൈവവചനം കേൾക്കുവാൻ തക്കവണ്ണം ഉത്സാഹത്തോടെ കടന്നു വരുന്നവരാണ്. പക്ഷേ എത്ര പേർ ദൈവവചനം കേട്ട് അനുസരിക്കുന്നുണ്ട് എന്നുള്ളതാണ് പ്രാധാന്യം. കേട്ടനുസരിക്കുന്നവൻ ബുദ്ധിമാനായ മനുഷ്യനാണ്. പക്ഷേ ഈ ലോകത്തിൽ ഞാനും നിങ്ങളും ജീവിക്കുമ്പോൾ ദൈവവചനം അനുസരിച്ച് നമ്മുടെ ജീവിതത്തെ ചിട്ടപ്പെടുത്തുമ്പോൾ ലോകം ഒരിക്കലും നമ്മളെ അംഗീകരിക്കുകയോ നമ്മളെ പ്രോത്സാഹിപ്പിക്കുകയോ ചെയ്യുകയില്ല. കാരണം നമുക്ക് നഷ്ടങ്ങളും കഷ്ടങ്ങളും വേദനകളും പലപ്പോഴും ദൈവവചനം കേട്ടനുസരിക്കുമ്പോൾ ഉണ്ടാകും. അത് കർത്താവ് തന്നെ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. സ്വർഗരാജ്യത്തെക്കുറിച്ച് പല പ്രാവശ്യം കർത്താവ് തൻ്റെ തിരുവചനത്തിലൂടെ നമ്മളെ പഠിപ്പിക്കുമ്പോൾ അതിലേക്കുള്ള വഴി ഇടുക്കവും ഞെരുക്കവും ഉള്ളതാണെന്ന് കർത്താവ് പറയുന്നുണ്ട്. അപ്പോൾ വിശാലമായ വഴിയുണ്ട്, മറ്റൊരു വഴിയുണ്ട്, ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയുണ്ട്. എന്നാൽ അധികം ആളുകളും എന്ത് ചെയ്യുന്നു? വിശാലമായ വഴിയിലൂടെയാണ് അധികമായ ആളുകളും സഞ്ചരിക്കുന്നത്. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴി തിരഞ്ഞെടുക്കുന്നവർ വളരെ ചുരുക്കമത്രേ എന്നാണ് കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നത്. ജീവനിലേക്ക് പോകുന്ന വാതിൽ ഇടുങ്ങിയതും വഴി ഞെരുക്കമുള്ളതുമാകുന്നു. അത് കണ്ടെത്തുന്നവർ ചുരുക്കമത്രേ. അപ്പോൾ വഴി ഇടുക്കവും ഞെരുക്കവുമുള്ളത് എന്ന് പറയുമ്പോൾ വഴിയുടെ വീതിയെക്കുറിച്ചല്ല അവിടെ പ്രതിപാദിക്കുന്നത്. ഒരു ദൈവവൈതനെ സംബന്ധിച്ച് അവന് ചില പ്രമാണങ്ങളുണ്ട്. അവൻ ചില കാര്യങ്ങൾ ഉപേക്ഷിക്കേണ്ടതായിട്ടുണ്ട്. അവൻ ചില കാര്യങ്ങൾ വേർപാട് നടത്തേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ ഈ ലോക ജീവിത യാത്രയിൽ കഷ്ടവും നഷ്ടവും വരുത്തുന്നു. എന്തിനു വേണ്ടി? ദൈവവചനം അനുസരിച്ച് ജീവിക്കുവാൻ തക്കവണ്ണം, ആ പ്രമാണത്തിൽ നിലനിൽക്കുവാൻ തക്കവണ്ണം അവൻ ഈ ലോകത്തിൽ പലപ്പോഴും ഞെരുങ്ങേണ്ടതായിട്ട് വരും. അവന് ചിലതൊക്കെയും മാറ്റിവെക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അവന് കഷ്ടങ്ങളുണ്ടാവും, നഷ്ടങ്ങളുണ്ടാവും. ലോകക്കാരൊക്കെയും എന്തു ചെയ്യും? വീതിയുള്ള വഴിയിലൂടെ അവർ സഞ്ചരിക്കുകയാണ്. ലോകത്തിൻ്റെ മോഹങ്ങളിലേക്ക് പോകുന്ന വഴിയാണ് വീതിയുള്ള വഴി. അപ്പോൾ ദൈവവേദൽ ഒരിക്കലും ലോകക്കാരെ പോലെ ചിന്തിക്കുവാനോ പ്രവർത്തിക്കുവാനോ അവന് കഴിയുകയില്ല. തന്നിമിത്തം അവൻ ഈ ലോകത്തിൽ ഇടുക്കവും ഞെരുക്കവും ഉണ്ടാകുകയാണ്. അപ്പോൾ ദൈവവചനത്തിൻ്റെതായ ഡിസിപ്ലിനിൽ ജീവിക്കുക എന്നുള്ളതാണ് ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയെന്ന് പ്രതിപാദിക്കുന്നത്. അപ്പോൾ ഞാനും നിങ്ങളും ഏതു വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നത് എന്ന് ഈ രാത്രി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയണം. ഇടുക്കവും ഞെരുക്കവുമുള്ള വഴിയിലൂടെയാണ് സഞ്ചരിക്കുന്നതെങ്കിൽ ബുദ്ധിമാനായ മനുഷ്യനാണെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു. എന്തുകൊണ്ട്? അവൻ ദൈവവചനം കേൾക്കുകയും അനുസരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് അവൻ്റെ ആത്മീയ ഗ്രഹം, അതിൻ്റെ അടിസ്ഥാനം അവൻ പാറമേലാണ് പണിയുന്നത്. അതുകൊണ്ടാണ് ദൈവം അവനെ ബുദ്ധിമാനെന്ന് വിളിക്കുന്നത്. നമുക്കൊക്കെയും അറിയാം, വീടുകൾ പണിയുന്നത് അതിൻ്റെ അടിസ്ഥാനമാണ് വളരെ ഇമ്പോർട്ടൻ്റായിട്ട് സൂക്ഷ്മതയോടുകൂടി കൈകാര്യം ചെയ്യേണ്ട കാര്യം. കാരണം അടിസ്ഥാനത്തിന്മേലാണ് ആ വീട് നിലനിൽക്കുന്നത്. ഇവിടെ കർത്താവ് പറയുന്നു, എൻ്റെ വചനങ്ങൾ കേട്ടനുസരിക്കുന്നവൻ ഒക്കെയും പാറമേൽ വീട് പണിയുന്ന ബുദ്ധിമാനായ മനുഷ്യനോട് തുല്യനാകുന്നു. അപ്പോൾ ദൈവവചനം കേൾക്കണം. കേട്ടാൽ മാത്രം പോരാ, അത് ഗ്രഹിക്കണം. ഗ്രഹിച്ചാൽ മാത്രം പോരാ, അത് ജീവിതത്തിൽ അനുദിനം ആ വചനത്തിൻ്റെ വെളിച്ചത്തിലൂടെ സഞ്ചരിക്കുവാൻ കഴിയണം. അതനുസരിക്കുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. പലപ്പോഴും ആദ്യത്തെ ഒരു ചുവടാണ് അധികം ആളുകളും വെക്കുന്നത്. രണ്ടാമതൊരു സ്റ്റെപ്പിലേക്ക് പോകുവാൻ തക്കവണ്ണം അനേകർക്ക് കഴിയുന്നില്ല. കേൾക്കുന്നുണ്ട്, സന്തോഷിക്കുന്നുണ്ട്, പക്ഷേ ആ പ്രാർത്ഥനാ ഹോളോ അല്ലെങ്കിൽ ആ ദേവാലയമോ വിട്ടുകഴിഞ്ഞ് പുറത്തേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ പലപ്പോഴും ലോകക്കാരെ പോലെ ചിന്തിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയാണ്. അതനുസരിക്കുവാൻ തക്കവണ്ണം പലപ്പോഴും കൂട്ടാക്കുന്നില്ല. ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത് വിശ്വാസത്തിൽ അധിഷ്ഠിതമായ ജീവിതമാണ്. കാണുന്നതിനെ വിശ്വസിക്കുകയല്ല,
കാണാത്തതിനെ കണ്ടതുപോലെ വിശ്വസിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. നാം പല കാര്യങ്ങൾ ഈ ഭൂമിയിൽ കാണുന്നുണ്ട്, ഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ നാം കാണുന്ന കാര്യങ്ങളൊക്കെയും വിശ്വസിച്ചുകൊണ്ട് മുന്നോട്ട്, പക്ഷെ കാണാത്തതിനെ കണ്ടതുപോലെ വിശ്വസിച്ച് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം കഴിയണം. നമുക്കെത്ര പേർക്ക് കാണാത്തതിനെ വിശ്വസിപ്പാൻ തക്കവണ്ണം നമുക്ക് കഴിയുന്നുണ്ട്? ഇവിടെ അടിസ്ഥാനം എന്ന് പറയുന്നത് മറ്റാരും കാണുന്നില്ല. നമുക്കൊക്കെയും വീട് പണിയുന്ന പണിയുടേതായ പ്രവർത്തനങ്ങൾ നമുക്കറിയാം. അതിൻ്റെ ഫൗണ്ടേഷൻ എന്ന് പറയുന്നത് ആരും കാണുന്നില്ല, അത് മണ്ണിൻ്റെ അടിയിലുള്ളതാണ്. അത് മറ്റാർക്കും കാണുവാൻ കഴിയുന്നതല്ല. അതിൻ്റെ പുറമേയുള്ള ഭംഗിയാണ് ലോകം മുഴുവൻ കാണുന്നത്. ഇന്ന് പുറമേയുള്ള ഭംഗിക്ക് വേണ്ടിയാണ് ഇന്ന് അനേകർ ഓട്ടമോടുന്നത്. അതിൻ്റെ മനോഹരത്വം കൂട്ടുവാൻ തക്കവണ്ണമാണ് അനേകം ആളുകൾ കൂടുന്നത്. ഇവിടെ ഒരു വ്യക്തി അത് കേട്ടനുസരിക്കുന്നു, ദൈവവചനം കേട്ടനുസരിക്കുന്നു, അവൻ്റെ അടിസ്ഥാനം പാറമേലാകുന്നു. രണ്ടുപേരും ഒരേ സമയത്ത് പണി ആരംഭിക്കുകയാണ്. രണ്ടുപേരും ദൈവവചനം കേൾക്കുന്നവനാണ്. പക്ഷെ അവരുടെ പണിയെ വ്യത്യസ്തമാക്കുന്നത് അവരുടെ കാഴ്ചപ്പാടുകളാണ്. ഒരുവൻ ദീർഘവീക്ഷണത്തോട് കാണുകയാണ്. അവൻ പണി ആരംഭിക്കുമ്പോൾ മഴയില്ല, പ്രതികൂലങ്ങളൊന്നുമില്ല, വളരെ സുഖകരമായ കാലാവസ്ഥയാണ്. പക്ഷേ അവൻ മുൻകൂട്ടി കാണുകയാണ് കാലാവസ്ഥയ്ക്ക് മാറ്റം വരുമെന്ന് അവൻ പ്രതീക്ഷിച്ചുകൊണ്ട് അവൻ എന്തു ചെയ്യുന്നു? അടിസ്ഥാനം സുരക്ഷിതമാക്കുവാൻ തക്കവണ്ണം അവൻ സമയവും സമ്പത്തും അവൻ ചെലവഴിക്കുകയാണ്. അവനെ സംബന്ധിച്ച് അവൻ്റെ കാഴ്ചപ്പാടെന്ന് പറയുന്നത് സുരക്ഷിതത്തിനും ബലത്തിനും അവൻ വളരെയേറെ പ്രാധാന്യം കൊടുക്കുകയാണ്. അവൻ ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിക്കുകയാണ്, ഇന്നത്തെ കാലാവസ്ഥ ആയിരിക്കില്ല നാളത്തെ കാലാവസ്ഥ, അതുകൊണ്ട് കാലാവസ്ഥയ്ക്ക് മാറ്റം വരും. അപ്പോൾ എൻ്റെ ഭവനത്തിൽ എനിക്ക് സുരക്ഷിതമായി താമസിക്കണം, സമാധാനത്തോടെ കിടന്നുറങ്ങണമെങ്കിൽ അതിൻ്റെ അടിസ്ഥാനം ഉറപ്പുള്ളതായിരിക്കണമെന്ന് അവൻ ആഗ്രഹിക്കുകയാണ്. അതിനവന് കഷ്ടപ്പാടുണ്ട്, അവന് സമ്പത്ത് നഷ്ടമുണ്ട്, സമയനഷ്ടമുണ്ട്, പല കാര്യങ്ങൾ അതിൻ്റെ പുറകിലുണ്ട്. പക്ഷെ അതാരും ലോകക്കാർ കാണുന്നില്ല. അതൊക്കെയും മണ്ണിൻ്റെ അടിയിൽ മറ്റാരും കാണാതെ കിടക്കുന്ന ആ ഭാഗത്തിനു വേണ്ടി അവൻ പണവും സമ്പത്തും അവൻ ചിലവഴിക്കുകയാണ്. എന്നാൽ രണ്ടാമത്തെ വ്യക്തി എന്ന് പറയുമ്പോൾ അവൻ്റെ കാഴ്ചപ്പാട് വ്യത്യസ്തമാണ്. രണ്ടുപേരുടെയും ലക്ഷ്യം ഒന്നാണ്. പക്ഷേ ആ ലക്ഷ്യത്തിലേക്കുള്ള അവരുടെ യാത്ര ഓരോ വ്യക്തിയുടെയും കാഴ്ചപ്പാടിനനുസരിച്ചാണ്. രണ്ടുപേർക്കും ഭവനം പണിത് താമസിക്കുക എന്നുള്ള ലക്ഷ്യത്തിലേക്കാണ് രണ്ടുപേരും പോകുന്നത്. ഒരുവൻ സുരക്ഷിതത്വത്തിന് വളരെയേറെ പ്രാധാന്യം കൊടുക്കുന്നു. രണ്ടാമത്തെ വ്യക്തിയെ സംബന്ധിച്ച് നോക്കുമ്പോൾ അവൻ ലാഭത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അവൻ വേഗതയ്ക്കും ലാഭത്തിനും പ്രാധാന്യം കൊടുക്കുകയാണ്. വേഗത്തിൽ പണി തീർക്കണം, എത്രയും പെട്ടെന്ന് പണി തീർക്കണം. അപ്പോൾ അവൻ്റെ സമ്പത്ത് അവന് ലാഭകരമാക്കുകയാണ്. മണ്ണിൻ്റെ അടിയിൽ ആ ഫൗണ്ടേഷന് വേണ്ടി പണം ചെലവഴിക്കാതെ വേഗത്തിൽ പണി പൂർത്തീകരിച്ച് പുറത്ത് ജനം കാണുന്നത് മനോഹരമാക്കുവാൻ തക്കവണ്ണം അവൻ വേഗത്തിൽ ഓടുകയാണ്. ഇന്ന് ലോകത്തിലേക്ക് നോക്കുമ്പോൾ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും കരസ്ഥമാക്കുവാൻ തക്കവണ്ണം മനുഷ്യൻ ഓട്ടമോടുകയാണ്. പ്രാർത്ഥിക്കുവാനോ ഉപവസിക്കുവാനോ ദൈവം പ്രവർത്തിക്കുന്നത് വരെയും കാത്തിരിക്കുവാനോ സമയമില്ലാതെ വേഗത്തിൽ എല്ലാ കാര്യങ്ങളും ചെയ്തെടുക്കുവാൻ തക്കവണ്ണം ഓരോ മാർഗങ്ങളും ഓരോ വ്യക്തികളും തിരഞ്ഞെടുക്കുകയാണ്. ദൈവത്തിൻ്റെ വേലയിൽ കടന്നു വരുന്നുണ്ട്, ദൈവവചനം കേൾക്കുന്നുണ്ട്, ആരാധനകളിൽ കൃത്യമായും സംബന്ധിക്കുന്നുണ്ട്. ദേവാലയങ്ങളിൽ മാത്രമല്ല, ഭവനങ്ങളിൽ രാവിലെയും വൈകിട്ടും കൃത്യമായി പ്രാർത്ഥിക്കുന്നവരുണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ ജനമേ, ഇവിടെ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു, എവിടെയാണ് എൻ്റെയും നിങ്ങളുടെയും ആത്മീയ ജീവിതത്തിൻ്റെ അടിസ്ഥാനം എന്തെന്ന് പരിശോധിക്കണം.
നിങ്ങൾ ദൈവവചനം കേട്ടനുസരിക്കുന്നവനല്ല എങ്കിൽ മണലിൽ മേൽ വീട് പണിയുന്ന മനുഷ്യനോട് തുല്യനാകുന്നു. അതുകൊണ്ട് അവന് എന്താണ് സംഭവിക്കുന്നതെന്ന് കർത്താവ് പറയുന്നുണ്ട്. മഴ പെയ്തു, വെള്ളം പൊങ്ങി, കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു. അപ്പോൾ മനോഹരമായി വീട് പണിതു, അതിൽ താമസം ആരംഭിച്ചു, പ്രശ്നങ്ങളൊന്നുമില്ല. മണലിന്മേൽ വീട് പണിതവനും താമസം ആരംഭിച്ചു. അവൻ്റെ ഹൃദയത്തിലും ചിന്തയുണ്ട്, ഞാൻ മറ്റവനേക്കാൾ ബുദ്ധിമാനായ മനുഷ്യനാണ്, ഞാൻ വേഗത്തിൽ പണി പൂർത്തീകരിച്ചു, എനിക്ക് മറ്റവനേക്കാൾ വളരെയേറെ ലാഭമുണ്ട്, എൻ്റെ വീട് അതിമനോഹരമാണ്. മറ്റവനോ ഫോക്ഷനായ മനുഷ്യനാണ്, അവൻ സമ്പത്ത് മുഴുവൻ ഭൂമിക്കടിയിൽ ചിലവഴിക്കുകയാണ്. പക്ഷേ ഭൂമിക്കടിയിൽ സമ്പത്ത് ചിലവഴിച്ചവനെ സ്വർഗം വിളിക്കുന്നത് ബുദ്ധിമാനായ മനുഷ്യനെന്നാണ്. പക്ഷെ മണലിന്മേൽ വീട് പണിതവനോ, അവനെക്കുറിച്ച് ലോകം എന്താണ് പറയുന്നത്? അവൻ ബുദ്ധിമാനായ മനുഷ്യനാണ്, അവൻ വേഗത്തിൽ പണി പൂർത്തീകരിച്ചു, അവന് പണം ലാഭമുണ്ട്, അവന് സമയ ലാഭമുണ്ട്, മാത്രമല്ല അവൻ്റെ വീട് അതിമനോഹരമാണ്. പക്ഷേ മനോഹരമായ ആ ഭവനത്തിൽ താമസം ആരംഭിച്ച് രണ്ടുപേരും ഒരുപോലെ ജീവിതം ആരംഭിച്ച് മുന്നോട്ട് പോവുകയാണ്. പെട്ടെന്നായിരുന്നു കാലാവസ്ഥയ്ക്ക് മാറ്റം വരുന്നത്. പെട്ടെന്ന് അവർ രണ്ടുപേരുടെയും ജീവിത സാഹചര്യങ്ങൾക്ക് മാറ്റമുണ്ടാവുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? പെട്ടെന്ന് എന്ത് സംഭവിച്ചു? മഴ പെയ്തു, വെള്ളം പൊങ്ങി, കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു. 3 തരത്തിലുള്ള പ്രതിസന്ധികൾ ആ ഭവനത്തിന്മേൽ ആഞ്ഞടിക്കുകയാണ്. 1, മഴ പെയ്തു. 2, മഴ ഒരു ദിവസമല്ല പെയ്തത്, ഒരു മണിക്കൂറല്ല പെയ്തത്, ഒരു ദിവസമല്ല, ആഴ്ചകളാണ് പെയ്തത്. കാരണം വെള്ളം പൊങ്ങി എന്നാണ് അവിടെ പറയുന്നത്. വെള്ളം പൊങ്ങണമെങ്കിൽ ആഴ്ചകളോളം മഴ പെയ്യണം. 2, കാറ്റ് ആ വീടിന്മേൽ ആഞ്ഞടിച്ചു. അപ്പോൾ വലിയ കൊടുങ്കാറ്റുണ്ടായി. വെള്ളം പൊങ്ങി വലിയ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചപ്പോൾ ആ വീടിന്മേൽ വെള്ളം ആഞ്ഞടിക്കുകയാണ്. അപ്പോൾ എന്തു സംഭവിച്ചു? അത് വീണുപോയി, അതിൻ്റെ വീഴ്ച വലുതായിരുന്നു എന്നാണ് തിരുവചനം പറയുന്നത്. അവനാരായിരുന്നു? ദൈവവചനം കേട്ട് അനുസരിക്കാത്തവനാണ്. അതിമനോഹരമായി കർത്താവ് ഈ ഉപമയിലൂടെ എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തെ വരച്ചു കാട്ടുകയാണ് തിരുവചനത്തിലൂടെ. ഈ രാത്രി കേൾപ്പാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ, ഗ്രഹിപ്പാൻ മനസ്സുള്ളവൻ ഇത് ഗ്രഹിക്കട്ടെ. ദൈവത്തിൻ്റെ തിരുവചനം സത്യമാണ്, അത് നിത്യമാണ്, അത് നമ്മെ നിത്യതയിലേക്ക്, നിത്യജീവനിലേക്ക് നമ്മെ എത്തിക്കുന്ന തിരുവചനമാണ്. അപ്പോൾ ദൈവവചനം നിങ്ങൾ കേട്ടനുസരിക്കുന്നവനാണോ എങ്കിൽ സ്വർഗം നിങ്ങളെ ബുദ്ധിമാൻ എന്ന് വിളിക്കുമ്പോൾ ലോകം നിങ്ങളെ ഭോക്ഷൻ എന്ന് വിളിക്കും. കാരണം നിങ്ങളുടെ സമ്പത്ത് മുഴുവൻ അടിസ്ഥാനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്, സമയം മുഴുവൻ നിങ്ങൾ അടിസ്ഥാനത്തിന് വേണ്ടി ചെലവഴിക്കുകയാണ്. പക്ഷെ മണലിന്മേൽ വീട് പണിതവൻ വേഗത്തിൽ അവൻ കാര്യങ്ങൾ ചെയ്തു തീർക്കുകയാണ്. അവൻ ബുദ്ധിയോടെ ചെയ്യുകയാണ്. ലോകം അവനെ വാനോളം പുകഴ്ത്തുകയാണ്. നീ എത്രയോ മിടുക്കനാണ്, നീ ബുദ്ധിമാനാണ്, നിനക്ക് എത്രയോ പണം ലാഭമുണ്ട് എന്ന് ലോകക്കാർ നമ്മളോട് പറയും. പക്ഷെ കാലങ്ങൾക്ക് മാറ്റം വരും. ഇവിടെ രണ്ടുപേരും പണി ആരംഭിക്കുമ്പോൾ മഴയില്ല എന്നോർക്കണം. അവർ താമസം ആരംഭിക്കുമ്പോഴും മഴയില്ല. പക്ഷെ ഒരുവൻ ദീർഘവീക്ഷണത്തോടുകൂടി ചിന്തിക്കുകയാണ്. ദൈവത്തിൻ്റെ ജനമേ, അനുദിനം നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും ഒന്നും ഉണ്ടാവുകയില്ല. ദൈവവചനം അനുസരിക്കാതെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികളൊന്നും ഉണ്ടാവുകയില്ല. പക്ഷെ നമുക്കൊരു ലക്ഷ്യമുണ്ട്, നിത്യതയിൽ എത്തിച്ചേരണമെന്ന് നമ്മളൊരു ലക്ഷ്യമുണ്ട്.
സ്വർഗരാജ്യമാണ് എൻ്റെയും നിങ്ങളുടെയും ലക്ഷ്യമെങ്കിൽ ആ ഇടുക്കവും ഞെരുക്കവുമുള്ള വാതിലിലൂടെ ഞാനും നിങ്ങളും സഞ്ചരിക്കണം. യേശു ക്രിസ്തുവാകുന്ന വാതിലിലൂടെ മാത്രമേ സ്വർഗരാജ്യത്തിലേക്ക് നമുക്ക് പ്രവേശനമുള്ളൂ. ഈ ഭൂമിയിലെ ജീവിതമെന്ന് പറയുന്നത് അത് താൽക്കാലികമാണ്. നമുക്കൊരു ജീവിതമുണ്ട്. നമ്മുടെ മരണത്തിനു ശേഷം വീണ്ടും വരുന്ന ഒരു കർത്താവ് നമുക്കുണ്ട്. ആ കർത്താവിൻ്റെ രണ്ടാമത്തെ വരവെങ്കിലേക്ക് ഒരുക്കപ്പെടുവാൻ തക്കവണ്ണം തീഷ്ണതയോടുകൂടി ഒരുങ്ങുന്നവനായി തീരണം ഞാനും നിങ്ങളും. അവിടെ ഒരുങ്ങണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനം ഉറപ്പുള്ളതായിരിക്കണം. അല്ല എങ്കിൽ എൻ്റെയും നിങ്ങളുടെയും വീഴ്ച വലുതാകുന്നുവെന്നാണ് തിരുവചനം പറയുന്നത്. കാറ്റും മഴയും കോളും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകും. അവിടെ തളർന്നു പോകാതിരിക്കണമെങ്കിൽ, വീണു പോകാതെ ഇരിക്കണമെങ്കിൽ നമ്മുടെ അടിസ്ഥാനമെന്ന് പറയുന്നത് പാറമേൽ പണിയുന്ന ഭവനം പോലെയാകണം. ദൈവത്തിൻ്റെ തിരുവചനമാകുന്ന അടിസ്ഥാനത്തിലായിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതം. നമുക്ക് എത്ര പേർക്ക് ദൈവവചനം അനുസരിക്കുവാൻ തക്കവണ്ണം കഴിയുന്നുണ്ട്? അല്ലെങ്കിൽ നിത്യതയെക്കുറിച്ച് ഞാനും നിങ്ങളും എത്രമാത്രം ചിന്തിക്കുന്നുണ്ട്? രണ്ടാമത് വരുന്ന കർത്താവിനെ സ്വീകരിക്കാൻ തക്കവണ്ണമുള്ള ഒരു ഒരുക്കം എനിക്കും നിങ്ങൾക്കുമുണ്ടോ? ആ പ്രത്യാശയെക്കുറിച്ച് എല്ലാ ദിവസവും ചിന്തിക്കുന്നവനാണോ ഞാനും നിങ്ങളും? അതെയോ ഈ ഭൂമിയിലേതായ നിക്ഷേപങ്ങളും സൗഭാഗ്യങ്ങളെക്കുറിച്ചും ചിന്തയുള്ളവരാണോ? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങളുടെ നിക്ഷേപം നിങ്ങൾ സ്വർഗത്തിൽ സ്വരൂപിക്കുവിൻ. നിങ്ങൾ ഈ ഭൂമിയിൽ അത് സ്വരൂപിക്കരുത്. എന്തുകൊണ്ട് സ്വരൂപിക്കരുത്? അതിന് കാരണവും കർത്താവ് പറയുന്നുണ്ട്. നിന്റെ നിക്ഷേപം എവിടെയായിരിക്കുന്നുവോ അവിടെയായിരിക്കും നിന്റെ ഹൃദയം. അപ്പോൾ സ്വർഗത്തിൽ നിക്ഷേപിക്കുന്നവൻ അവൻ എന്ത് ചിന്തിക്കും? അവൻ്റെ ചിന്ത എപ്പോഴും സ്വർഗത്തെ കുറിച്ചായിരിക്കും. അവൻ്റെ ചിന്ത സ്വർഗത്തിൽ ചെല്ലുമ്പോൾ അവൻ എന്ത് ചെയ്യും? അവനും സ്വർഗത്തിൽ എത്തപ്പെടുകയാണ്. അപ്പോൾ സ്വർഗത്തിൽ എത്തപ്പെടണമെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മുടെ ചിന്ത സ്വർഗത്തിൽ എത്തപ്പെടണം. നമ്മുടെ ചിന്ത സ്വർഗത്തിൽ എത്തപ്പെടണമെങ്കിൽ നാം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ നിക്ഷേപം സ്വർഗത്തിൽ സ്വരൂപിക്കണം. ദൈവത്തെക്കുറിച്ചും ദൈവത്തിൻ്റെ വേലയെക്കുറിച്ചും തീഷ്ണതയുള്ളവനായിരിക്കണം. നമ്മളെ അനുദിനം കരം പിടിച്ച് വഴി നടത്തുന്ന ദൈവത്തെ ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ തക്കവണ്ണം കഴിയണം. അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നുവെന്ന് കർത്താവ് പറയുന്നു. അതുപോലെ തന്നെ പറയുന്നു, നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. അപ്പോൾ ഭൂമിയുടെ ഉപ്പായും ലോകത്തിൻ്റെ വെളിച്ചമായും തീരുവാൻ തക്കവണ്ണം ദൈവം എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ച് ഈ ഭൂമിയിലാക്കിയിരിക്കുകയാണ്. അപ്പോൾ ലോകത്തിൻ്റെ വെളിച്ചമായി തീരണമെങ്കിൽ, ഭൂമിയുടെ ഉപ്പായി തീരണമെങ്കിൽ ഞാനും നിങ്ങളും എന്ത് ചെയ്യണം? ദൈവവചനം കേട്ട് അനുസരിക്കുന്നവനായി തീരണം. ആ വചനത്തിൻ്റെ വെളിച്ചം മറ്റുള്ളവരുടെ ജീവിതത്തിന് പ്രകാശമായി തീരണം. ഇരുട്ടിലിരിക്കുന്നവരുടെ ജീവിതത്തിന് രുചി വരുത്തുന്നവനായിരിക്കണം ഒരു ദൈവ പൈതൽ. ഉപ്പിൻ്റെ സ്വഭാവം നമുക്കറിയാം, രുചി വരുത്തുന്നതാണ് ഉപ്പ്. അപ്പം അനേകരുടെ ജീവിതത്തിന് രുചി വരുത്തുവാൻ തക്കവണ്ണം ഒരു ദൈവ പൈതലിന് കഴിയണം. ഇന്നത്തെ സമൂഹത്തിൽ ഇതിനെക്കുറിച്ച് ആരെങ്കിലും ചിന്തിക്കുന്നുണ്ടോ? ഞാനും നിങ്ങളും കരങ്ങൾ മുറുത്തി ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ എനിക്കൊരുവൻ്റെ ജീവിതത്തിന് രുചി വരുത്തുവാനോ ഒരുവനെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് പിടിച്ചുയർത്തുവാനോ തക്കവണ്ണം കഴിയുന്നുണ്ടോ എന്ന് ആരെങ്കിലും ചിന്തിക്കാറുണ്ടോ? ദൈവത്തിൻ്റെ ജനമേ, ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുകയാണ്. ബുദ്ധിമാനായ മനുഷ്യനായി തീരണമെങ്കിൽ ദൈവവചനം കേട്ട് അനുസരിക്കണം. ദൈവവചനം കേട്ട് അനുസരിക്കുന്നില്ല എങ്കിൽ ഒരുപക്ഷെ ഈ ലോകത്തിൽ വലിയ സമ്പത്തൊക്കെയും നേടുവാൻ കഴിയും. വേഗത്തിൽ നീ പല കാര്യങ്ങളും ചെയ്തു തീർക്കും. മനോഹരമായ പല കാര്യങ്ങളും ഈ ഭൂമിയിൽ ചെയ്യുവാൻ തക്കവണ്ണം കഴിയും. പക്ഷെ പെട്ടെന്ന് എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതിസന്ധികൾ കടന്നു വരുമ്പോൾ അവിടെ തളർന്നു പോകാതിരിക്കണമെങ്കിൽ ആ മണലിന്മേൽ പണിത വീട് അത് കാറ്റതിന്മേൽ ആഞ്ഞടിച്ചു, അത് വീണുപോയി. അതിൻ്റെ വീഴ്ച വലുതായിരുന്നുവെന്ന് ദൈവത്തിൻ്റെ തിരുവചനം എന്നെയും നിങ്ങളെയും പഠിപ്പിക്കുമ്പോൾ
ആ വീഴ്ചയിൽ ഞാനും നിങ്ങളും പെട്ടുപോകാതിരിക്കണമെന്നുണ്ടെങ്കിൽ വിശ്വാസത്തോടുകൂടി കാൽച്ചുവടുകൾ വെക്കുവാൻ കഴിയണം. നമ്മുടെ കണ്ണുകൊണ്ട് കാണുവാൻ കഴിയാത്ത ദൈവത്തെ അകക്കണ്ണുകൾ കൊണ്ട് കണ്ട് നാം വിശ്വസിക്കുന്നത് കണ്ടുകൊണ്ട് യാത്ര ചെയ്യുവാൻ തക്കവണ്ണം നമുക്ക് കഴിയണം. ആ പ്രകാരം യാത്ര ചെയ്യുമ്പോൾ സ്വർഗമെന്നെയും നിങ്ങളെയും ബുദ്ധിമാൻ എന്ന മനുഷ്യൻ എന്ന് വിളിക്കും. നമ്മുടെ പ്രവൃത്തി ബുദ്ധിയുള്ളതായി തീരണം. നമ്മുടെ അടിസ്ഥാനം പാറമേലുള്ളതായി തീരണം. ക്രിസ്തുവാകുന്ന പാറമേലായിരിക്കണം നമ്മുടെ ആത്മീയ ജീവിതം പടുത്തുയർത്തേണ്ടത്. നമ്മുടെ അടിസ്ഥാനം എങ്ങനെയുള്ളതാണ്? മണലിന്മേലാണോ ക്രിസ്തുവാകുന്ന പാറമേലാണോ നമ്മുടെ ആത്മീയ ജീവിതം പടുത്തുയർത്തുന്നത്? മണലിന്മേലാണെങ്കിൽ ഈ രാത്രി ദൈവത്തിങ്കലേക്ക് തിരിയുവാൻ കഴിയണം. തിരുത്തേണ്ടതിനെ തിരുത്തുവാൻ തക്കവണ്ണം കഴിയണം. ദൈവത്തിൻ്റെ വചനം കേട്ടുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ഒന്ന് പുതുക്കി പണിയുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ആ പ്രകാരം ബുദ്ധിമാനായ മനുഷ്യനായി തീരുവാൻ തക്കവണ്ണം ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചുരുക്കുന്നു. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. സ്നേഹനിധിയായ ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട സ്വർഗീയ പിതാവാം ദൈവമേ, ഈ രാത്രി അവിടുത്തെ തിരുവചനത്തിലൂടെ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ആത്മീയ ജീവിതം എങ്ങനെയാണ് പണിയുന്നത് എന്ന് കർത്താവെ അവിടുത്തെ ഉപമയിലൂടെ ഞങ്ങളോട് കൃത്യമായി സംസാരിച്ചുവല്ലോ. ആ പാറമേൽ വീട് പണിയുന്ന ബുദ്ധിമാനായ മനുഷ്യനെ പോലെ ദൈവവചനം കേട്ട് അനുസരിക്കുന്നവരായി തീരുവാൻ തക്കവണ്ണം അടിയങ്ങളെ ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും ഞങ്ങളുടെ ബലമുള്ള കാര്യങ്ങൾ സമർപ്പിക്കുന്നു. പരിശുദ്ധാത്മാവെ അവിടുന്ന് ഓരോ മക്കളെയും സഹായിക്കണമേ. അങ്ങയുടെ തിരുവചനം കേൾക്കുവാനും ഗ്രഹിപ്പാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാനും തക്കവണ്ണം ഞങ്ങളെ സഹായിക്കണമേ. ലോകത്തിൻ്റെ വെളിച്ചമായും ഭൂമിയുടെ ഉപ്പായും തീരുവാൻ തക്കവണ്ണം ഈ രാത്രി വചനം കേട്ട ഓരോ മക്കളെയും അവിടുന്ന് സഹായിക്കുകയും ശക്തീകരിക്കുകയും ചെയ്യണമെന്ന് യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ.